നമസ്കാരം. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കൊടിയ വിഷത്തെക്കുറിച്ചാണ്. അങ്ങനൊരു വിഷമുണ്ടോ? ഉണ്ട്. മനുഷ്യരാശിയെപ്പോലും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൊടിയ വിഷം. അതെ, VX നെർവ് ഏജന്റിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതെ, C11H26NO2PS എന്ന കെമിക്കൽ ഫോർമുലയിൽ സ്ഥിതി ചെയ്യുന്ന VX പോയ്സൺ, വെനം ഏജന്റ് X എന്നതിൻ്റെ ചുരുക്കിയുള്ള നാമമാണ് VX എന്ന് ലാസ്റ്റിൽ ഇതിനെ ഫൈനലൈസ് ചെയ്ത് പേരെഴുതിയിരിക്കുന്നത്. ഓർഗാനോഫോസ്ഫറസ് വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ഒരു തയോഫോസ്ഫണേറ്റിൽ വളരെ വിഷാംശമുള്ള ഒരു സിന്തറ്റിക് രാസസംയുക്തമാണ് VX. നെർവ് ഏജന്റുകളുടെ വിഭാഗത്തിൽ കീടനാശിനി ഗവേഷണത്തിലെ ഓർഗാനോഫോസ്ഫേറ്റ് വിഷബാധയെക്കുറിച്ചുള്ള മുൻകാല കണ്ടെത്തലുകളുടെ പഠനത്തിനു ശേഷം രാസയുദ്ധത്തിൽ സൈനിക ആവശ്യത്തിനായി ഇത് വികസിപ്പിച്ചെടുത്തു. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ആംബർ പോലുള്ളൊരു കളറാണ്. അപ്പോൾ ആംബർ പോലുള്ള കളർ എന്ന് പറയുമ്പോൾ മഞ്ഞയും ഓറഞ്ചും കൂടെ കലർന്നൊരു കളറാണ്. അപ്പം കളർ കോഡിങ്ങിനകത്ത് മഞ്ഞയും ഓറഞ്ചും കലർന്ന ആ ഒരു കളറിനെയാണ് ആംബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് എണ്ണയുടെ സ്വഭാവമുണ്ട്. എണ്ണയുടെ കണക്കുള്ള മിശ്രിതമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇത് ഏതൊരു ഇപ്പം ലിക്വിഡിൽ വേണേൽ ലിക്വിഡിൽ, അതല്ലെങ്കിൽ മണ്ണിനകത്ത് കുഴച്ച് വേണേൽ അങ്ങനെ, അന്തരീക്ഷത്തിൽ വ്യാപിച്ചുകൊണ്ട് അങ്ങനെ, ഇത് ഏത് രീതിയിൽ ഇത് ഉപയോഗിക്കാനൊക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്പ്രെഡ് ആവുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അതുകൊണ്ടാണ് തന്നെയല്ല ഈ ഒരു വിഷം മനുഷ്യരിലേക്ക് വന്നാൽ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം, വന്നു കഴിഞ്ഞാലും അത് ഭയങ്കര ഏതൊരു പരിസ്ഥിതിയിലും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. 1930കളിൽ ജർമ്മനിയിൽ IG ഫാർബണിൽ ജോലി ചെയ്തിരുന്ന രസതന്ത്രജ്ഞനായ ഗെർഹാർഡ് ഷ്രാഡർ ആദ്യമായി നടത്തിയ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി 1950കളുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ പോർട്ടൽ ഡൗണിൽ ഇത് കൂടുതൽ വികസിപ്പിച്ചെടുത്തു. VX നിരവധി യുദ്ധങ്ങളിൽ ഉപയോഗിച്ചതായും നിരവധി കൊലപാതകങ്ങളിൽ ഉപയോഗിച്ചതായും ആരോപിക്കപ്പെടുന്നു. നമ്മുടെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിൻ്റെ സഹോദരൻ കിം ജോങ് നാമിൻ്റെ മരണത്തിന് കാരണമായതും VX ആണ്. അതായത് 2 സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഈ പദാർത്ഥം എറിഞ്ഞു 2017. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു 5 മിനിറ്റ് ടൈം ഗ്യാപ്പിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ പദാർത്ഥം വളരെയധികം മാരകമാണ്. കാര്യം ഇത് നമ്മുടെ ശ്വാസകോശത്തിലൂടെ ഉള്ളിൽ ചെല്ലുമ്പോഴോ ശ്വസിക്കുമ്പോഴോ, അതല്ലെങ്കിൽ നമ്മുടെ ഈ വിയർപ്പ് മുകുളങ്ങൾക്കിടയിലൂടെ ചർമ്മത്തിനിടയിലൂടെ ഉള്ളിലേക്ക് ചെല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മരണം സംഭവിക്കും. ഈ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാഡീഞരമ്പുകൾ, ഇത് നാഡിയാണ് ബാധിക്കുന്നത്, നാഡീഞരമ്പുകളെയെല്ലാം ഈ സിഗ്നൽ കൊണ്ടുപോകുന്ന നാഡികളെയെല്ലാം പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം നിലപ്പിക്കും. സോ നമ്മുടെ ബോഡിയിലെ നെർവ് സിസ്റ്റങ്ങളെല്ലാം ബ്ലോക്ക് ആവും. എന്നിട്ട് മൈനോട്ടായിട്ടുള്ള ഈ കാർഡിയക് അറസ്റ്റ് വഴി, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയാഘാതം മൂലം, അങ്ങനെ പല കാരണങ്ങളാൽ നമ്മൾ മരണപ്പെടും. ഇതിൻ്റെ സമാന സ്വഭാവമുള്ള സരിൻ എന്ന് പറയുന്ന ഒരു പോയിസണുണ്ട്. അതിനേക്കാൾ ഏറെ വിഷകാരിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുന്നതിന് മുമ്പ് ആൾ തീരും, ഒന്നും ചെയ്യാക്കത്തില്ല, കണ്ടുകൊണ്ടിരിക്കാനേ നോക്കൂ. അതാണ് ഈ വിഷം ഇത്രയധികം മാരകമാണെന്ന് പറയുന്നത്. ഒരു രാസായുധം എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭ ഇതിനെ കൂട്ടനശീകരണ ആയുധമാക്കി തരംതിരിച്ചിട്ടുണ്ട്. 1993 കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ഇത് നിരോധിച്ചിരിക്കുന്നു. പ്രതിവർഷം 100 ഗ്രാമിൽ കൂടുതൽ ഉള്ള VXൻ്റെ ഉൽപ്പാദനം നിരോധിച്ചിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും. തന്നെയല്ല, ഫാർമസ്യൂട്ടിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് 10 കിലോഗ്രാം വരെ നമുക്ക് ഉണ്ടാക്കാനുള്ള അനുമതിയുണ്ട്. പിന്നെ ഈ ഒരു വിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പം, ഇതിന് പ്രത്യേകിച്ച് നിറമുണ്ട്, അതല്ല, ഇതിന് പ്രത്യേകിച്ച് മണമോ രുചിയോ ഒന്നും തന്നെയില്ല. ഇത് നമുക്ക് പദാർത്ഥങ്ങളിൽ കലർത്തി കൊടുക്കാം, അല്ലെങ്കിൽ മറ്റ് ഞാൻ പറഞ്ഞില്ലേ ക്ലേ പോലുള്ള സാധനങ്ങളിൽ, മണ്ണിൽ എല്ലാം കലർത്തി ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് നമുക്ക് തളിക്കാം. എന്ത് ചെയ്താലും നമുക്കിതിന് പ്രത്യേകിച്ച് സ്മെല്ലും ഇല്ല, ഇതിന് ടേസ്റ്റും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാനൊക്കത്തില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നമ്മളുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ശ്വാസകോശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്വാസകോശം പെട്ടെന്ന് ശ്വാസതടസ്സം, പിന്നെ നമുക്ക് പെട്ടെന്ന് വിയർക്കുക, ബോഡി ഓവറായിട്ട് വിയർക്കുക, പിന്നെ നട്ടെല്ല് ഭാഗം വളഞ്ഞു വരിക, നമ്മുടെ പേശികൾ കൈകാലുകളൊന്നും നോക്കാതെയാവുക,
അങ്ങനെയുള്ള കുറേയധികം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് ഏകദേശം മറ്റ് ചില പനികൾ വന്നാലും ഇതേ സെയിം ലക്ഷണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു ഏജൻറ്റ് ഉള്ളിൽ ചെന്നയാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ബ്ലഡ് ചെക്ക് ചെയ്താൽ പോലും അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു രാസായുധം ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിക്കാതെ മറ്റ് രാജ്യങ്ങൾ ഇത് ഉണ്ടാക്കരുത് എന്നുള്ള ഫുൾ പ്രമേയങ്ങളിലും ഒപ്പുവെച്ചേക്കുന്നതിൻ്റെയും കാരണം ഇതാണ്. US, ഉത്തര കൊറിയ, സിറിയ എന്നീ രാജ്യങ്ങളാണ് VX കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ. 1969 US ഗവൺമെൻറ് രാസായുധ പരിപാടികൾ റദ്ദാക്കുകയും അമേരിക്കയിൽ VXൻ്റെ ഉപയോഗം നിരോധിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. 2023 ജൂലൈ 7 US ശേഷിച്ച രാസായുധ ശേഖരത്തിലെ അവസാനത്തതും നശിപ്പിച്ചു. പ്രസിഡന്റ് ബൈഡൻ ഒരു പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചതോടെ USൻ്റെ അവസാനത്തെ രാസായുധ ശേഖരവും നശിക്കപ്പെട്ടു. 1996 പുറത്തിറങ്ങിയ ദി റോക്ക് എന്ന് പറയുന്ന സിനിമയിൽ VX എന്ന് പറയുന്ന ആ ഒരു ഏജന്റിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ആൽക്കാട്രോസ് ദ്വീപിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു VX ആക്രമണമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. അവിടെ പണ്ട് ഒരു ബയോബാർ പോലെ ഉണ്ടായി, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. ദി റോക്ക്. ആരെങ്കിലും സമയം കിട്ടുമെന്ന് കാണണം കേട്ടോ, നല്ല പടമാണ്. ഞാൻ കണ്ടില്ല, നിങ്ങൾ വേണമെന്ന് കാണാം, നല്ല പടമായിരിക്കും. 2003 വീഡിയോ ഗെയിമായ ടോം ക്ലാസിസ് റെയിൻബോ 6 റേവൻ ഷീൽഡിൽ തീവ്രവാദികൾ VX സ്വന്തമാക്കിയത് ഗെയിമിൻ്റെ 2 പതിപ്പുകളിലും ഒരു പ്രധാന പ്ലോട്ട് പോയിൻ്റാണ്. അപ്പോൾ VXനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം ഒരു ചെറിയ വീഡിയോ ഇട്ട്, കാരണം നേരത്തെ ഇട്ട ഞാൻ വീഡിയോ ഭയങ്കര ലോങ് ആയി പോയെന്നൊക്കെ പറഞ്ഞു, കുറേ പേര് ബോറാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഷോർട്ടായിട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ചാൽ. VXനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗ്രീഷ്മയ്ക്കൊക്കെ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ ചിലപ്പോൾ അവൾ അത് ഉപയോഗിച്ചെന്നെ അറിയൊക്കത്തില്ല. ഏതായാലും ഈ ഒരു രാസായുധം അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഉപയോഗമൊക്കെ നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. വളരെ അപകടകാരിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഫൗണ്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഇതുകൊണ്ടാണ് മരണകാരണമെന്ന് സാധാരണപ്പെട്ട ഹോസ്പിറ്റലുകൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കുന്നതിന് തൊട്ട് മുമ്പേ ആൾ വടിയാവും. പിന്നെ ഇങ്ങനെയുള്ള ഒരു വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തപ്പം രക്ഷപ്പെടുത്താൻ ഒരു ചെറിയൊരു പോയിന്റിൽ വഴിയുണ്ട്. കാരണം ആദ്യം തന്നെ ആ വ്യക്തിയെ വിവസ്ത്രനാക്കണം. കാരണം അയാളുടെ ബോഡിയിലെല്ലാം സ്പ്രെഡായി കാണും. എന്നിട്ട് ബോഡി ഫുള്ള് ക്ലീൻ ചെയ്യണം, കഴുകണം. നമ്മുടെ ഈ എന്താ പറയുന്നത്, ഹൈ ആയിട്ടുള്ള ബ്ലീച്ചിങ് ആയിട്ടുള്ള, അതായത് സോപ്പ് പൊടി, കാരം, ഇത് ഉപയോഗിച്ചിട്ട് പുള്ളിയുടെ ബോഡി മൊത്തം ക്ലീൻ ചെയ്യണം. ഫ്രഷ് എയർ ആയിട്ടുള്ളൊരു പോയിന്റിലോട്ട് പുള്ളിയെ പെട്ടെന്ന് മാറ്റണം. ഇതെല്ലാം ഒരു മാക്സിമം ഒരു 5 മിനിറ്റിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒക്കും. ഒരു 100-1 1.5 ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള രാസായുധങ്ങൾ ഇനിയൊന്നും കണ്ടുപിടിക്കാതിരിക്കട്ടെ, ഇതിലും വലിയത്. അപ്പോൾ ഇത് കണ്ടെത്തിയത് കണ്ട് 1956 56 എന്തോ പറഞ്ഞു, ആ കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പം ആലോചിച്ച് നോക്കണം, ഇനി അന്ന് അത്രയും സെറ്റപ്പിനകത്ത് വെച്ച് അവരത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് എന്തോരം വലിയ സാധനമായിരിക്കും കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താതിരിക്കട്ടെ. അപ്പോൾ ഇത് കണ്ടെത്തിയപ്പം എനിക്ക് ലാസ്റ്റിൽ കൺക്ലൂഷനായിട്ട് തോന്നുന്നത് VX അല്ല ലോകത്തിലെ ഏറ്റവും വലിയ വിഷം, ഇത് കണ്ടെത്തിയ മനുഷ്യൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പോവുക എന്നും പറയുന്ന പോലെ ഒരു നിർബന്ധമില്ല. എന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആരും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.